അങ്ങനെ ഇന്നത്തെ കൊലവെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖനല്ല എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഇന്നൊരു കൊലവെട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വാഴക്കൊല കൊലച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ദിവസമായിട്ട് കിളികൾ ഇതുമ്പോൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണേ കണ്ടപ്പോഴാണ് അതിൻ്റെ മുകളിൽ അത് പഴുത്തുകണ്, അത് വെട്ടാനയക്കണേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തന്നെ നമുക്ക് നമ്മളെ കൊലവെട്ടം അങ്ങോട്ട് പാസ്സാക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കിളികൾ ഇവിടെ നല്ല പണിയിൽ കഴിഞ്ഞിട്ടോ. പിന്നെ ഓല് കൊത്തിയതും അതിലുള്ള പഴുത്തതും ഒക്കെ ഓൽക്കന്നെ ഞാൻ തിരിച്ചും കൊടുത്തിട്ടുണ്ടേനെ. ഇതത്ര വലിപ്പല്ല അല്ലേ, ചെറുതാണ് അല്ലേ. അങ്ങനെ ഇന്നത്തെ കൊലവെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉണ്ടായിട്ട് വേണം. ഇനി ഇവിടെ ഒന്നും വെട്ടാൻ കൊലകളില്ല, ഒക്കെ ആയിട്ട് വേണം. മൂത്തിട്ടില്ലേ പിന്നെ എങ്ങനെ ഇത് പഴുത്ത്? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിത്തിരി പരിഷ്കാരിയാണ്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ തലേ ദിവസം തന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിലും. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഫ്രൂട്ട്സ് എന്ന് പറയാൻ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടേനി, അതും എടുത്തു. പിന്നെ ഒരു ആപ്പിളും ഒരു മാമ്പഴം, ഇതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞെടുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാനതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയത് കണ്ടില്ലേ, നമുക്ക് കാണാൻ നല്ല അത്യാവശ്യം മൊഞ്ചുള്ള ഒരു ബൗൾ തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ എനിക്കിവിടെ അതിന് മാത്രം മൊഞ്ചുള്ള ബൗളില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു കുപ്പിയാണ് എടുത്ത് കണ്ടു. ഇതിലിടണമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഗ്ലാസ് എൻ്റെ ബൗൾ എടുത്തത് കേട്ടോ ഞാൻ. അപ്പം അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിൽ ഞാൻ ഇടാൻ പോണത് തലേ ദിവസം രാത്രിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഉറങ്ങാൻ സമയമായിട്ടും ഉറക്കം പിടിച്ച് ചെനിക്കുട്ടൽ ഇതെന്താ കാട്ടുന്നത് കാണാൻ വേണ്ടി ആകാംക്ഷയോടെ നിൽക്കണം കേട്ടോ. ഓട്സൊക്കെ പറന്നിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അജു ആണ് കേട്ടോ. അജു ഓരോ ട്രാൻസ്ഫർമേഷനൊക്കെ കാണിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സംഗതി ഉണ്ടാക്കാൻ പോണത് ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തലേ ദിവസം തന്നെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓട്സ് എടുത്തിക്കണ്. പിന്നെ കുറച്ച് ചിയാ സീഡ്സ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് മുന്നേ കൊണ്ടുവന്ന് വെച്ചതാണേ. അപ്പൊ അത് ഞാൻ കേക്കി കാർഡൊന്ന് കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ ചിയാ സീഡ്സ്. പിന്നെ അതിക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലുണ്ടല്ലോ ഞാൻ പലരും ഉണ്ടാക്കണേ കണ്ടത് യോഗേട്ടൊക്കെ ഒഴിക്കണതാണ് കേട്ടോ. യോഗേട്ട് ഒഴിക്കും, ഫ്ലേവേർഡ് ആയിട്ടുള്ള സ്ട്രോബെറിയോ അങ്ങനെയൊക്കെ പല ഫ്ലേവേഴ്സിൽ കിട്ടും. പക്ഷെ നമ്മളെവിടെ അടുത്തൊന്നും അങ്ങനെ യോഗേട്ടൊന്നും വാങ്ങാൻ കിട്ടൂല കേട്ടോ. പിന്നെ കിട്ടുന്നത് തൈരാണ്. അതൊന്നും ഇതിക്ക് ചേർക്കാനും പറ്റില്ല. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര കേട്ടോ ചേർത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ ഇതിക്ക് ചേർത്ത് കൊടുക്കുക ഡേറ്റ്സോ അല്ലെങ്കിൽ പിന്നെ ഹണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലതുകൊണ്ട് ഉണ്ടാക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു വെയിറ്റ് ലോസ് അങ്ങനെ ഹെൽത്തി ഒന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. ഞാനിങ്ങനെ പലപ്പോഴും വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കും തന്നെ ഇതൊന്നും ഉണ്ടാക്കി വെക്കാനുള്ളൊരു പൂതിക്ക് ഉണ്ടാക്കിയതാണേ. അങ്ങനെ തലേ ദിവസം തന്നെ അതൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതാ ഫ്രൂട്ട്സൊക്കെ ഞാനൊക്കെ ഒന്ന് കട്ട് ചെയ്തും തൊലിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉറുമാമ്പഴവും പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്ത് വെച്ചതും ആപ്പിളും ഇതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിനിയത്. അപ്പോൾ ഇത് ഇല്ലതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പല ഫ്രൂട്ട്സും ഒക്കെ ഇട്ടുകൊണ്ട് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ ആ കൂട്ടത്തിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതാ പിറ്റേ ദിവസം ഞാനിതാ ഈ നമ്മുടെ ഇതുണ്ടല്ലോ ഓട്സും ചിയാ സീഡ്സൊക്കെ മിക്സ് ചെയ്ത് വെച്ച സംഗതി അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിക്ക് ഒഴിച്ച പാലൊക്കെ ഇതിൽ ഇങ്ങോട്ട് കുതിർന്നിട്ടുണ്ടേനി. പിന്നെ ഓട്സ് കുറച്ചധികം ഉണ്ടേനി കേട്ടോ. അജു പറഞ്ഞിട്ട് ഉണ്ടാവില്ല അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാവേശത്തിനുള്ള ഓട്സൊക്കെ പാടെ ഇട്ടിട്ടുണ്ടേനി കേട്ടോ. ഇതിക്ക് ഇനി ഒരു ഇച്ചിരിയും കൂടിയൊക്കെ പാലൊഴിച്ച് ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയൊക്കെ എടുക്കണേ. അപ്പം എന്തായാലും നമുക്ക് ഇതിക്ക് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ.
പിന്നെ ഇതിൻ്റെ ഒരു ട്രയലാണ് കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് ഇവൽക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ മടി പിടിച്ചിരുന്ന സമയത്തൊന്ന് ഉണ്ടാക്കി നോക്കാലോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ് കുറച്ച് പണി. ഇതേ നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടല്ലോ, അവിൽ മിൽക്കിൽ ആ ഒരു ഇത് മിക്സ് ചെയ്തെടുക്കൂലേ, അന്ന പോലെ ആണ് കേട്ടോ എനിക്ക് തോന്നിയത്. നമ്മൾ ഫസ്റ്റ് മുകളിൽ ഇങ്ങോട്ട് ഐസ്ക്രീം ഇങ്ങോട്ട് നിറച്ച് ഇങ്ങോട്ട് കൊണ്ടു തന്നിട്ട് ഇതൊക്കെ പാടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഐസ്ക്രീം പോകുമോ എന്നുള്ളൊരിതിൽ നമ്മൾ ആ അവിൽ മിൽക്ക് മിക്സ് ചെയ്തെടുക്കൂലേ, ആ ഒരിത് തോന്നിയിട്ടോ എനിക്ക്. എന്തായാലും ഞാൻ അടിയിലുള്ള മേലെയും മുകളിലുള്ള അടിയിലൊക്കെ എത്തി ഓല് തമ്മിലൊരു സഹകരണം ആക്കി വെച്ചിരിക്കണം കേട്ടോ. ഒക്കെ ഒന്ന് മിക്സ് ആക്കി സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് തണുപ്പ് ഇടുക, കഴിക്കുക, അത്രേ ഉള്ളൂ സംഗതി പരിപാടി. അപ്പം നമ്മൾ രാവിലെ നീച്ച് ഈ ദോശയും ഇഡ്ഡലിയും തൊഡലിയും എന്ന് പറഞ്ഞ് ഫുള്ള് നമുക്ക് രാവിലെ എത്ര സമയത്തെ പണിയാണല്ലേ. ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സംഗതി സിമ്പിളാണ്. തലേ ദിവസത്തൊക്കെ ഇതാക്കി വെക്കുക, രാവിലെ ഇതൊക്കെ നരിഞ്ഞ് കൂട്ടിയിടുക, കഴിക്കുക. എന്തായാലും ഞാനിതൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തണുപ്പ് വിട്ടിട്ട് നമുക്ക് കൊടുത്തു നോക്കാം കേട്ടോ. ഇതൊരു ട്രയൽ സംഗതി ആയതുകൊണ്ട് ഞാൻ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് ഇപ്പോൾ പറ്റുമോന്നൊന്നും അറിയില്ലല്ലോ. സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് കൊടുത്തു നോക്കാം, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ജനക്കുട്ടന് ഇന്ന് നേരത്തെ എണീച്ചും ചെയ്തിരിക്കണ കേട്ടാ. അയ്യോ, തൊപ്പിട്ടൊരു കുട്ടപ്പായില്ലേ, തൊപ്പിട്ടൊരു കുട്ടപ്പായില്ലേ, തൊപ്പിട്ട് കാണും ബോളൊക്കെ പിടിച്ചൊരു കുട്ടപ്പായി. ചെങ്ങായി ഞാൻ ഈ ഓട്സ് മിക്സ് ആക്കണ കണ്ടുകണ്ടെങ്കിൽ നീച്ച് വന്നതാണ്. നീച്ച് വന്നപ്പോൾ പിന്നെ ഓന് ഒന്നില്ലെങ്കിൽ ആ തണുപ്പ് കൊടുക്കുന്ന ഓട്സ് വേണം, അതല്ലെങ്കിൽ ഈ ഉറുമാമ്പഴം ഞാൻ ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്നിൻ്റെ കേട്ടോ, പകുതി എടുത്തിട്ടുണ്ടായില്ല. അപ്പം അത് ബാക്കി കട്ട് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അലമ്പാക്കിയപ്പോൾ ഞാൻ ആൾക്കത് കട്ട് ചെയ്ത് കൊടുത്തിക്കണ്. ഒരു തലക്കെൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്സിൻ്റെ വീഡിയോ ഒക്കെ പാടെ കാണിച്ചിട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓട്സ് മാത്രമായിട്ട് കാണിച്ചത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചൊന്ന് തണുപ്പൊക്കെ വിട്ടതിന് ശേഷം ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായൊക്കെ ചെയ്തു. സാധാരണ നമ്മൾ ആ ഓട്സിൻ്റെ ഇതൊക്കെ തന്നെ, അല്ലാതെ ഭയങ്കര ഒരു ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റൂല. വയറ് ഫില്ലായിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ ഞാൻ കെട്ടിയോന് വന്നപ്പോൾ കെട്ടിയോനും സോപ്പിട്ട് കുറച്ചൊക്കെ കൊടുത്തു നോക്കി. ആള് ഞാൻ കൊണ്ടുവന്ന സ്പൂണ് കഴിച്ചില്ല, മകന് കൊടുക്കണതാ കഴിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പൊ ആള് കഴിച്ചൊക്കെ നോക്കിയിട്ട് എന്നോട് പറയാ, ഇമാര് തണുപ്പത്ത് ഈ തണുത്തതൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് പിരാന്താണോ ഇവളേന്ന്. പോയി ആ ഉണ്ടാക്കാനുള്ള മൂടേ പോയി. ആൾക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടായില്ല. ഇഷ്ടമായി, പക്ഷേ ഈ രാവിലെ ഇമ്മാരൊന്നും ഉണ്ടാക്കരുതേന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് എന്നോട്. അപ്പോൾ മക്കൾക്ക് എന്തായാലും നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഓല് ഞങ്ങൾക്ക് സ്കൂൾക്ക് അതന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓല് സ്കൂൾ കൊണ്ടുപോകാനാണ് കേട്ടോ ഇപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഓല് ഇതേപോലെ സെറ്റ് ചെയ്ത് പാത്രത്തിലൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഇങ്ങാണ്ട് ഓല് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിലെത്തി ഓല് കഴിക്കാൻ സമയമാകുമ്പോഴത്തേനും തണുപ്പൊക്കെ വിടും. എന്നിട്ട് ഓല അങ്ങനെയൊക്കെ സെറ്റാക്കിയാണ്ട് ഓൽക്കത് കൊണ്ടുപോകണം പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിനി കേട്ടോ. സെനിക്കുട്ടന് ഇപ്പൊ രാവിലത്തെ പണി ഇതാണ് കേട്ടോ. രാവിലെ ഇതിലെ എലക്ഷൻ പ്രചാരണം ഇങ്ങനെ വിളിച്ചിങ്ങനെ പോകും റോട്ടുമ്പോ കൂടെ. ഇപ്പൊ ചേച്ചീന്റെ അവിടെ മരം മുറിച്ചുകൊണ്ട് നമുക്ക് റോട്ടിൽ ശരിക്കും കാണുമല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ഒച്ചമുളിയും കേട്ട് ആ വണ്ടികളെ പാട്ടോ ഒച്ചയൊക്കെ കേൾക്കുമ്പോഴത്തേന് വേഗം ഓടി വരിക, കസാല വലിച്ചിടുക, ജനൽ തുറന്ന് ഈ ജനലിന്റെ കമ്പിപ്പം തൂങ്ങി ഇങ്ങനെ ഇരിക്കും. അത് പോണ വരെ കണ്ടോ, ഇതേ ഇരുത്താണ് കേട്ടോ ഓര്. അപ്പൊ രാവിലെ തന്നെ വന്നപ്പോ ഓനവിടെ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരെ. അപ്പോഴീകാരം പിന്നെയും എവിടുന്നെങ്കിലും വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ടാകുക. അപ്പൊ വീണ്ടും അവിടെ പോയി കുത്തിരിക്കും. അപ്പൊ മക്കൾക്കുള്ള വെള്ളമൊക്കെ ഞാൻ അതിൻ്റെ അടുക്കൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് പാത്രമൊന്നും വേണ്ട, ഒരിക്കൽ ഞാൻ ഓട്സൊക്കെ പാത്രത്തിലാക്കി വെച്ചിരണല്ലോ. അപ്പൊ ഈ വെള്ളം കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടെ. അന്ന് വെള്ളിയാഴ്ച ദിവസം എടുത്ത വീഡിയോ തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് 9 മണിയാകുമ്പോഴത്തേന് ബസ് വരും കേട്ടോ. അങ്ങനെ ഞാനെല്ലാം സെറ്റാക്കി കൊടുത്തെങ്കിലും കുറച്ച് സമയം അന്തം വിട്ടിരുന്ന് സമയം എന്താ ബസ് വരുന്ന സമയത്താണ് കേട്ടോ ഇവിടുന്ന് രണ്ടാളും ഓടിയിട്ടുണ്ടായിരുന്നത്. വണ്ടിക്കോ അപ്പൊ അതൊക്കെ ഒന്ന് മടക്കിയൊക്കെ കേട്ടോ. കുറച്ചൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിന്, ഫുള്ളായിട്ട് മടക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ എൻ്റെ സമയം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് മടക്കി ഒന്ന് വൃത്തിയാക്കി ഒക്കെ വെച്ചിട്ട് ബാക്കി നമ്മളെ ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ചെയ്യാനുണ്ടേ. ഈ ബെഡ്ഷീറ്റ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന്റെ കൂടെയുള്ള മറ്റേ ഹാർട്ട് ഉള്ള ബെഡ്ഷീറ്റ് ഇല്ലേ, അതാണ് ഞാൻ ഒഴിവാക്കിയത് കേട്ടോ. അത് പറ്റ ആയിട്ടുണ്ടായിന്. പക്ഷെ ഇത് അങ്ങനെ അങ്ങോട്ട് പറ്റ കേടന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും പിന്നെ പുതിയത് വാങ്ങിയിട്ടുള്ള ബെഡ്ഷീറ്റ് ഇല്ലേ, അതും ഇതൊക്കെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ. എനിക്ക് പിന്നെ ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്ത് സെലക്ട് ചെയ്യുമ്പോഴും ഒരു ഫ്ലവർ അതിമേലൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വൃത്തി ആക്കി ഇട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ബെഡ്ഷീറ്റ് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഈ ബെഡ്ഷീറ്റും പിന്നെ മറ്റേ ബെഡ്ഷീറ്റുമാണ് ഇപ്പോൾ ഞാൻ അധികം ഉപയോഗിക്കൽ കേട്ടോ.
പിന്നെ ഇതൊന്നും നിങ്ങൾ കാര്യക്കണ്ട, ഇതൊക്കെ എൻ്റെ വെറും കൈവേറിത്തരങ്ങൾ മാത്രമാണ്. അപ്പം ജി ബാക്കി പണിക്ക് പോയാലോ? ബെഡ്ഷീറ്റുമ്മ മാത്രം കുത്തിരുന്നാൽ ശരിയാവില്ലല്ലോ. ഇനിയിപ്പോൾ മിച്ചം ഒക്കെ ഒന്ന് വൃത്തിയാക്കലും കുറച്ച് അല്ലറ ചില്ലറ ക്ലീനിങ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ചെയ്യണത് എന്താ പറയുക, നടപ്പിലാക്കാൻ പറ്റണതൊക്കെ ഒന്ന് നമുക്ക് നടപ്പിലാക്കണം. അപ്പം അതിന് മുന്നേ വേഗം കുക്കിംഗ് ഒക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ, ലഞ്ചിൻ്റെ പരിപാടി. എന്തായാലും ലഞ്ചിൻ്റെ വീഡിയോ ഒന്നും ഞാൻ നിർത്തിയിട്ടില്ല, കാരണം നിങ്ങളെ ഞാൻ ഡെയിലി ലഞ്ചിൻ്റെ ഷോർട്സ് ഇട്ട് വെറുപ്പിട്ടുണ്ടെന്ന് അറിയാം. ഇൻസ്റ്റാഗ്രാമൊക്കെ എടുക്കണതാണ് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലും ഇടലായി യൂട്യൂബിലും ഇടലായി അങ്ങനെ. അപ്പം അങ്ങനെ നിങ്ങൾ ഡെയിലി വീഡിയോ കാണുന്നവർക്കൊക്കെ കണ്ട് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ലഞ്ചിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കേട്ടോ. പകരം നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടേ. പിന്നെ വേഗം ഞാൻ ചോറും കറിയും കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ കൂടെ സെറ്റാക്കണുണ്ട് കേട്ടോ. ചോറ് എൻ്റെ ഇടയ്ക്ക് റെഡിയായി ഊറ്റിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ പോണതിന് മുന്നേ തന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് അതൊക്കെ ഒരു തലങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ മൾട്ടി ടാസ്കിങ്ങിന് നമ്മൾ പുലിയാണല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇനി മുറ്റൊന്നും ഇവിടെ അടിച്ചു വരാനുണ്ട്. മുറ്റം കത്തിച്ച് ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറേശ്ശെ കത്തിച്ച് ഇതാ ലാസ്റ്റ് കുറച്ചുകൂടി ഉണ്ട്. ഇന്നും കത്തിച്ച് തീരൂല, ബാക്കി കുറച്ചും കൂടി നാളേക്കൊക്കെ ഉണ്ട്. കാരണം ഇന്ന് നല്ല വെയിലായതിൻ്റെ ശേഷമാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ സമയമൊന്നും അടിച്ചു വാരൽ നടന്നിട്ടുണ്ടായില്ല. ഈ ഭാഗത്തേക്കൊന്നും വലിയ വെയിലില്ല കേട്ടോ, നിങ്ങൾ കാണുമ്പോൾ ഈ ഭാഗത്തേക്കൊന്നും വെയിലില്ല. പക്ഷേ പിന്നീട് അടിച്ചു വാരാനുള്ള ഭാഗത്തൊക്കെ കുറച്ച് വെയിലുള്ള സ്ഥലങ്ങളാണ്. ജൻകുട്ടനെ 3 നേരം കാണാഞ്ഞത് എന്തെയ്യുന്നോ, ഓൻ ആ ജനൽക്ക് പോയിരുന്ന് വീണ്ടും ഇലക്ഷൻ്റെ വണ്ടി വന്നിട്ടുണ്ടേനു, അത് നോക്കി നിൽക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കത്തിച്ചാ വെച്ച് കണ്ടാണ് കേട്ടോ ആ വന്നിട്ടുണ്ടേനിയത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് ഇനി അടിച്ചു വരാനുള്ളത്. അവിടെയൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം മാത്രം അടിച്ചു വാരിയിട്ട് ചുട്ട് ഒക്കെ ചെയ്തൊക്കെയാണ് കേട്ടോ. മുഴുവൻ ആയിട്ട് ഫുള്ളാക്കിയിട്ടുണ്ടായില്ല. ജനിക്കുട്ടൻ പിന്നെ ഇന്നെ ചുറ്റി പറ്റി അതിൽ ഇതിലൊക്കെ നടന്ന് ഇല്ല മരത്തിൻ്റെ ചില്ലമ്മലൊക്കെ പിടിച്ച് കയറിയിട്ടും ഒക്കെ ആയിട്ട് ഈ ഒരു സീന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മറ്റേ പുതുമഴയായി വന്നു നീ പറഞ്ഞ മാതിരി ആ പ്രേതത്തിൻ്റെ വരവ് പോലെ ഉണ്ട് പുക. അപ്പം ഞാൻ കുറച്ചും കൂടിയൊക്കെ വാരിയിട്ട് കത്തിച്ചു. ഇതാ ഇത്ര ആക്കി ഞാൻ നിർത്തിയിട്ടോ. ഇനി കുറച്ചും കൂടി ഉണ്ട്. ഇത് മമ്മതുമ്മാക്ക് ചിലവിന് കൊടുക്കണ മാതിരി ഓരോ ദിവസം കുറേശ്ശെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ തീർക്കണത്. അപ്പം ഇനി നമ്മളെ ഈ അടുക്കളൻ്റെ ഭാഗത്ത് ഈ ജനലൊക്കെ ആകെ ഗ്ലാസ്സൊക്കെ ഇതായിക്കണം കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കും കൂടി ചെയ്യണം. ഇതാകെ പുള്ളിക്കുത്തു പോലെ അയക്കണം. എന്താ വെച്ചാൽ തൊട്ടപ്പുറത്തെ പെര നനക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വന്നു കണ്ട് ജനലുമ്പോൾ ഇങ്ങനെ അങ്ങനെ പുള്ളിക്കുത്തായതാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് അതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കിയും കൂടി എടുക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ താത്താക്ക് എന്ത് ജോലി എടുക്കാനും മടിയില്ലല്ലേ എന്നുള്ളത്. അങ്ങനെ ചോദിച്ചാൽ മടിയൊക്കെ എല്ലാവരും പോലെ എനിക്കും ഉണ്ടല്ലോ. പക്ഷേ ഞാനുണ്ടല്ലോ എടുക്കാൻ വിചാരിച്ചാൽ എന്ത് വലിയ പണിയാണെങ്കിലും, ഇനിയിപ്പോൾ വലിയ മുട്ടി കണ്ടാണെങ്കിലും ബാഹുബലി ആയിക്കണ്ട് അതൊന്ന് മറിച്ചിടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ നോക്കലുണ്ട്. പക്ഷേ മടിയുള്ള സമയത്ത് ഒരു ഗ്ലാസ് അങ്ങോട്ട് എടുത്തു വെക്കാനും എനിക്ക് ഭയങ്കര ഭാരയിക്കാരം. അപ്പം എനിക്ക് എന്തെടുക്കാനും മടിയിക്കാരം. പിന്നെ മടി എന്ന് ഞാൻ എപ്പോഴും പറയുമെങ്കിലും ഞാൻ ഭയങ്കര മടിച്ചൊന്നും അല്ല കേട്ടോ. അങ്ങനെ എപ്പോഴും ഞാൻ എപ്പോഴും പറയലില്ല നിങ്ങളോട്, മടിക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റിവെക്കാൻ നിന്നാൽ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് എടുക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. മടിക്ക് വേണ്ടിയിട്ട് ചില സമയമൊക്കെ കുറച്ച് സമയമൊക്കെ നമുക്ക് മടി, ചില സമയത്തേ ഞാൻ തന്നെ വിചാരിക്കും നമ്മൾ കുറേ സമയമൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം നമുക്കൊരു റെസ്റ്റ് വേണം. ആ ഒരു റെസ്റ്റ് വരുമ്പോഴാണ് നമുക്കൊരു മടി വരുന്നത്. അപ്പോൾ മടി വരുന്നത് നല്ലതാണ്. പക്ഷേ ഫുൾ ടൈം ഡെയിലി റെസ്റ്റ് എടുത്ത് കണ്ട് മടിയാണെന്ന് പറഞ്ഞൊരു മൂലക്ക് തീർക്കാൻ പറ്റൂല. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇടയ്ക്കൊന്ന് മടിയൊക്കെ വരുമ്പോൾ ചില ദിവസങ്ങളൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാം. എന്തായാലും നമ്മളിവിടെ തോത്തി തുടച്ച് വൃത്തിയാക്കാനൊക്കെ വേണ്ടി നിന്നു. എന്നാൽ പിന്നെ പൈപ്പിനും കൂടി ഒന്ന് പല്ലൊക്കെ തേച്ച് സുന്ദര കുട്ടപ്പിനാക്കി ഓമന പല്ലുകളൊക്കെ ഒന്ന് തേച്ച് നമുക്ക് നീരാട്ടാടി അങ്ങോട്ട് വിടാം. ഈ എക്സ്റ്റൻഷൻ ഇങ്ങനെ ഉണ്ട് എന്ന് പലരും ചോദിക്കലുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഞാൻ 4 മാസത്തിലേറെ ആയി ഉപയോഗിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ എക്സ്റ്റൻഷന്. ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അപ്പം നമുക്ക് സിങ്കിൻ്റെ പല്ലേപ്പും കൂടി കഴിച്ച് നമുക്ക് ഇതങ്ങോട്ട് അവസാനിപ്പിക്കാം. അങ്ങനെ ഞാൻ വെള്ളം അറിയാതെ ഒന്നായിട്ട് വെടുക്കുന്ന വെള്ളമാക്കിയേ. പിന്നെയാണ് എനിക്ക് എനിക്ക് പെട്ടെന്ന് തോന്നി, പടച്ചോനെ എൻ്റെ ക്യാമറമാനൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങോലോന്ന്. അപ്പം ഞാൻ വേഗം കൊണ്ടുവന്ന് തുടച്ചതാണേ.
അത് ട്രൈപോഡ് ഇല്ലാതെ കേട്ടോ ക്യാമറമാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ ഒരു ഗ്ലാസ്സിനെ കുത്തിച്ചരിച്ചിട്ടാണ് ആ വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ക്യാമറമാൻ നനഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ക്യാമറ നനഞ്ഞാലേ കഴിഞ്ഞില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ? പിന്നെ അതേപോലെ തന്നെ ഈ ചെടിയും ഒക്കെ എവിടുന്നാ വാങ്ങിച്ചത്, ഓൺലൈനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോട്ട്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, 2 പോട്ടും. രണ്ടിനും ഇതിന് 100 ചില്ലറ 130 അങ്ങനെ എത്രയോ ഓൺലൈൻ കേട്ടോ. പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ ഇതിൽ വെച്ച ചെടി ആർട്ടിഫിഷ്യൽ ഒന്നല്ല, ഒറിജിനൽ ചെടി തന്നെയാണ് കേട്ടോ. നമ്മളെ സ്നേക്ക് അല്ല, സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. പ്ലാന്റിന്റെ പേരൊക്കെ ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് പെരയിൽ വെറുതെ കുത്തിയിരിക്കലാകുമ്പോൾ നമുക്ക് ഈ ചെടിയൊക്കെ നട്ട് നനക്കലാണല്ലോ പണി. അപ്പം ഞാൻ നട്ട് നനച്ചുണ്ടാക്കിയതിൽ പെട്ടതിൻ്റെ ബാക്കി മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ചെടിയാണ് കേട്ടോ ഇത്. അന്നാണ് ഞാൻ ഓരോ ചെടീൻ്റെ പേരും ഒക്കെ കുത്തിയിരുന്ന് പഠിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ ഞാൻ കുറച്ച് പേരൊന്നും മറന്നിട്ടില്ല, ചിലതിൻ്റെ പേരൊക്കെ മറന്നുപോയി കേട്ടോ. ചില ചെടികളെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പ്ലാന്റ് ആർട്ടിഫിഷ്യൽ അല്ല, ഒറിജിനൽ തന്നെയാണ്. പിന്നെ ഈ പ്ലാന്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ക്ലോക്കിന്റെ സമയം ചില സമയത്ത് ഈ സമയം ഇങ്ങനെ മാറുമ്പോൾ ചിലർ ചോദിക്കലുണ്ട് ക്ലോക്ക് ശരിയായോന്ന്. ഇല്ല കേട്ടോ, ശരിയൊന്നും ആയിട്ടില്ല. മക്കളെ ഇടക്ക് വന്നും കണ്ട് ഒലിക്കതൊരു തിരിക്കലുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് പലപ്പോഴും ക്ലോക്കിലെ സമയമൊക്കെ മാറി മറിഞ്ഞ് നിങ്ങൾ കാണുന്നത് കേട്ടോ. പിന്നെ ഈ പോട്ടും ഒറിജിനലാണ്. എങ്ങനെയുണ്ട്? പോട്ടല്ല, ഈ ചെടിയും ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ഈ പോട്ടും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച തന്നെയാണ്. 2 പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ, സെറാമിക് ഒന്നല്ല. നമ്മളെ കയ്യിലിരിപ്പിനനുസരിച്ച് നമുക്ക് സെറാമിക് ഒന്നല്ല, പ്ലാസ്റ്റിക് തന്നെയാണ് നല്ലത്. ഇതിൻ്റെ ഇത് കാണുമ്പോൾ ഈ തണ്ടും ഇലയും കാണുമ്പോൾ പ്ലാസ്റ്റിക് പോലെ തോന്നും കേട്ടോ. അതുകൊണ്ട് ചിലർ വന്നുകാണ്ട് അത് തൊട്ട് നോക്കിയിട്ടും ചോദിക്കലുണ്ട് ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കട്ടിയാണ് ഇതിൻ്റെ ഇലക്ക്, ഈ ഒരു തണ്ടിനും ഇലക്കൊക്കെ. പക്ഷെ ഇതും ഒറിജിനൽ ചെടി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പേരും വിലാസമൊന്നും എനിക്കറിയില്ല. കുറേ കാലമായിട്ട് നമ്മളെ പൂന്തോട്ടത്തിലുള്ള ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഇതിന് പൂവൊന്നും ഉണ്ടാവില്ല, ഇതിങ്ങനെ ആ ഒരു തണ്ടിങ്ങനെ നീണ്ട് വലുതായി ഇങ്ങനെ വരും. പിന്നെ ആർട്ടിഫിഷ്യൽ ആണോ എന്ന് ചോദിക്കണം എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ ചെടി ഈ കിച്ചണിൽ വെച്ചന്ന് മുതലേ ഇങ്ങനെ തന്നെയാണ്, ഇത് വളരുന്നൊന്നും കാണാത്തതുകൊണ്ടായി. കാരണം ചിലപ്പോൾ ആ ചോദ്യം ചോദിച്ചു കേട്ടോ. സംഗതി എന്താ വെച്ചാൽ എനിക്ക് ചില സമയത്ത് പിരാന്തി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിത്തെ പറിച്ച് കാണാൻ അപ്പുറത്തെ ചട്ടിക്ക് നട്ടാലാണ്, അങ്ങനെയൊക്കെ തോന്നിക്കാണ്ട് മാറ്റങ്ങളൊക്കെ വരുത്തണോണ്ടാണ് അതൊക്കെ അങ്ങനെ. എന്തായാലും പോട്ട്സ് ഒക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ നിങ്ങൾ ചിക്കൻ കൊണ്ടുവന്നു, ഞാൻ നിങ്ങളെടുത്ത പണി ആവില്ല വിചാരിച്ചു ഓലെ വിളിച്ചു നോക്കാനുള്ള നമ്പർ. അങ്ങനെ നമ്മളെ ഇന്നത്തെ ക്ലീനിങ് പരിസമാപ്തിയിലായിക്കണം കേട്ടോ. അപ്പൊ കിട്ടിയോനിന്ന് ഒരു ഉച്ച 10-11 മണിയാകോളം പണിയുണ്ടേനു. അത് കഴിഞ്ഞ് വന്ന ആള് ജുമായ്ക്കൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആൾക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.